السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين اجتنبوا الطاغوت أن يعبدوها وأنابوا إلى الله لهم البشرى فبشر عبادي الذين يستمعون القول فيتبعون أحسنه. أولئك الذين هداهم الله وأولئك هم أولو الألباب. أفمن حق عليه كلمة العذاب أفأنت تنقذ من في النار. لكن الذين اتقوا ربهم لهم غرف من فوقها غرف مبنية تجري من تحتها الأنهار. وعد الله لا يخلف الله الميعاد. അള്ളാഹുവിനെ മുഖലിസായി ആരാധിക്കണം. അതിനാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ആ കൽപ്പനയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ആരെ ആരാധിച്ചാലും അല്ലാഹുവല്ലാതെ ആരെ വിളിച്ച് പ്രാർത്ഥിച്ചാലും അതിൻ്റെ കുറ്റം നിങ്ങൾക്ക് തന്നെയാണ്, അതിൻ്റെ നഷ്ടക്കാർ നിങ്ങൾ തന്നെയായിരിക്കും എന്ന വചനങ്ങളാണ് കഴിഞ്ഞ ആയത്തുകളിലുണ്ടായിരുന്നത്. അതിൻ്റെ തുടർച്ചയാണ് വല്ലദീന ജ്തനബു ത്വാഗൂത അൻ യഅ്ബുദൂഹാ. താഗൂത്തിനെ ആരാധിക്കുന്നതിൽ നിന്ന് അകന്ന് നിന്നവർ. താഗൂത്ത് എന്ന പദം ഖുർആൻ പലയിടത്തും ഉപയോഗിച്ചിട്ടുണ്ട്. അല്ലാഹുവല്ലാതെ ആരാധിക്കപ്പെടുന്നവർക്ക് താഗൂത്ത് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അല്ലാഹുവല്ലാതെ ആരാധിക്കപ്പെടുന്നവർ അത് ബിംബങ്ങളായിരുന്നാലും ആൾദൈവങ്ങളായിരുന്നാലും മരിച്ചവരായിരുന്നാലും മറ്റു വസ്തുക്കളായിരുന്നാലുമൊക്കെ അവയെ ഖുർആൻ താഗൂത്ത് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. ജിബത്ത് എന്ന് പറഞ്ഞാൽ ഈ സിഹർ, ജിബത്ത് താഗൂത്ത് എന്നൊപ്പം പറഞ്ഞത് കാണാം. അല്ലദീന യുഅ്മിനൂന ബിൽ ജിബത്തി വത്താഗൂത്ത്. ജിബത്ത് എന്ന് പറഞ്ഞാൽ അദൃശ്യമാർഗത്തിൽ കൂടി അല്ലാഹുവല്ലാതെ മറ്റുള്ളവരിൽ നിന്ന് നാശങ്ങളും നഷ്ടങ്ങളും ലഭിക്കാൻ, ഉപകാരവും ഉപദ്രവവും ലഭിക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ടുള്ള ഈ മാരണങ്ങൾ, അതൊക്കെയാണ് ജിബത്ത്. അത് യാവത്ത് എന്നൊക്കെ പറഞ്ഞാൽ അത് ഈ ആദി ലക്ഷണം നോക്കുക, തിയറത്ത് പക്ഷി ലക്ഷണം നോക്കുക, അങ്ങനെയൊക്കെ പഴയ കാലത്തെ ആചാരങ്ങളാണിത്. ആ ആചാരങ്ങളൊക്കെ പഠിച്ചവനല്ലാതെ ഗൈബിയായ കാര്യങ്ങൾ അറിയും, അല്ലെങ്കിൽ ഗൈബിയായി മനുഷ്യനെ ഉപദ്രവിക്കാൻ കഴിയും എന്ന് വിശ്വസിച്ചുകൊണ്ട് മനുഷ്യർ പേടിക്കുകയും ഒക്കെ ചെയ്യുന്ന അതാണ് സിഹർ, ഒഴിഞ്ഞിടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതൊക്കെ ജിബത്തിൽപ്പെട്ടതാണ് അതൊക്കെ. താഗൂത്ത് എന്ന് പറഞ്ഞാൽ വിശാലമായ ഒരർത്ഥമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട
ഒരർത്ഥം അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന വസ്തു കുല്ലുമാ യുഅ്ബദു മിൻ ദൂനില്ലാ. അപ്പോൾ അത് മനുഷ്യരായിരുന്നാലും പിന്നെ ബിംബങ്ങളായിരുന്നാലും ഇനി കല്ലോ മരമോ മറ്റു മൃഗങ്ങളോ ഒക്കെ ആയിരുന്നാലും അതൊക്കെ താഗൂത്താണ്. അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഭരണാധികാരികൾ താഗൂത്താണ്. അതുപോലെ തന്നെ മനുഷ്യനെ വഴിതെറ്റിക്കുന്ന കൂട്ടുകാരുകൾ താഗൂത്താണ്. അങ്ങനെയുള്ള എല്ലാ തിന്മ ചെയ്യുന്നവരെ തഗ എന്ന പദത്തിൽ നിന്നാണ് താഗൂത്ത് എന്ന വാക്ക് വരുന്നത്. ദഹേച്ച എന്നുള്ളത് ഹവയാണ്, ഹവൻ നഫ്സ്. ഇത് തഗ എന്ന് പറഞ്ഞാൽ കെല്ലാ ഇന്നഹു തഗ, അവൻ അതിക്രമം പ്രവർത്തിച്ചു എന്ന് പറയല്ലോ. തുകയാന് അതിക്രമം, തഗ അതിക്രമം പ്രവർത്തിച്ചു, തഗായ തഗി എന്ന് പറയുന്ന അതിക്രമകാരികൾ. ഫിറഔനെ പറ്റിയാണ് തഗ എന്ന് പറയുന്നത്. കാരണം ഫിറഔൻ താഗൂത്താണ്. മനുഷ്യനെ വഴിപഴപ്പിക്കുന്ന കൂട്ടുകാരാവട്ടെ, നേതാക്കളാവട്ടെ, ഭരണാധികാരികളാവട്ടെ, അവരൊക്കെ താഗൂത്താണ്. മനുഷ്യനെ വഴിതെറ്റിക്കുകയും അള്ളാഹുവിനുള്ള ആരാധനയിൽ നിന്ന് മറ്റൊന്നിലേക്ക് തിരിക്കുകയും ചെയ്യേണ്ടതൊക്കെ താഗൂത്താണ്. ഇവിടെ അത് ഓരോ സന്ദർഭത്തിനനുസരിച്ചാണ്. ഇപ്പോൾ ഫിറഔനെ പറ്റി പറഞ്ഞപ്പോഴും ഫിറഔൻ താഗൂത്ത് എന്ന് പറഞ്ഞപ്പോൾ അവൻ ധിക്കാരിയും അക്രമിയും മനുഷ്യനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് പടയുന്നവനുമായ ഒരു മഹാശക്തി ഭരണാധികാരി എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ പറഞ്ഞത്. ഇന്നഹു ലയത്ഗാ അർആഹു ഇസ്തഗ്ന. അതാണ്, അതിലാണ് താഗൂത്ത്. ഇവിടെ താഗൂത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന വസ്തുക്കൾ. അദൃശ്യമാർഗത്തിൽ ഭയപ്പെടുന്നത് അവരെ ആരാധിക്കുന്നതിന് തുല്യമാണ്. അവരിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ താഗൂത്തിനെ ആരാധിക്കുക എന്ന് ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് അകന്നു നിൽക്കുക എന്നുള്ള പറഞ്ഞു. പിന്നെ ഭരണാധികാരികൾ താഗൂത്താണ് ആ നിലക്കുള്ള അർത്ഥങ്ങളും അതിനുണ്ട്. ഭരണാധികാരികൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് മനുഷ്യരെ തെറ്റിക്കുകയാണെങ്കിൽ ആ ഭരണാധികാരിയെ താഗൂത്ത് എന്ന് ഭാഷാപരമായിട്ട് വിളിക്കുന്നുണ്ട്. ഇവിടെ ഇബാദത്തുമായി ബന്ധപ്പെട്ട താഗൂത്താണ്. അതാണ് വല്ലദീന ജിത്തനബു താഗൂത്ത, താഗൂത്തിനെ അകന്നു നിന്നവർ. ഇജ്തനബ എന്ന് പറഞ്ഞാൽ അകന്നു നിന്നു എന്നാണ്. ഇജ്തനബ, ജാനിബ് എന്ന് പറയുന്നത് ഒരു ഭാഗം, അതിനാണ് ജാനിബ് എന്ന് പറയാം. അപ്പോൾ വല്ലദീന ജിത്തനബു താഗൂത്ത, താഗൂത്തിൽ നിന്ന് ഒരു ഭാഗത്തേക്ക് തെറ്റി നിന്നവർ അല്ലെങ്കിൽ അകന്നു നിന്നവർ, മാറിപ്പോയവർ. താഗൂത്തിൽ നിന്ന് മാറുക എന്ന് പറഞ്ഞാൽ അൻയഅ്ബുദൂഹ, അതിനെ ആരാധിക്കുന്നതിൽ നിന്ന് അകന്നു നിൽക്കുകയും വ അനാബൂ ഇലല്ലാ, അനാബ താബ, താബ എന്ന് പറഞ്ഞാൽ പശ്ചാത്തപിച്ചു, അതാണ് അനാബ. മുനീബ്, അവൻ പശ്ചാത്തപിച്ച് മടങ്ങുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അനാബൂ ഇലല്ലാ, അള്ളാഹുവിങ്കലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്ത ആളുകൾ ലഹുമുൽ ബുഷ്റ, അവർക്കുള്ളതാണ് സന്തോഷ വാർത്ത. അള്ളാഹു അവൻ്റെ സംതൃപ്തി, അവൻ്റെ നിഅമത്ത്, മഗ്ഫിറത്ത്, അവൻ്റെ റഹ്മത്ത്, നാളെ പരലോകത്ത് സ്വർഗം, ഇതൊക്കെയാണല്ലോ അള്ളാഹു നൽകുന്ന സന്തോഷ വാർത്ത. ഇഹലോകത്ത് അള്ളാഹു നമുക്ക് നിഅമത്ത് തരുന്നു, അതുപോലെ ഹിദായത്ത് തരുന്നു, അതുപോലെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് തരുന്നു, അള്ളാഹുവിൻ്റെ റിള, മർലാത്ത് അത് അള്ളാഹു നൽകുന്നു. ഇതൊക്കെയാണ് ഇഹലോകത്ത്. അതിൻ്റെ തുടർച്ചയായി പരലോകത്ത് കിട്ടുന്നതാണ് സന്തോഷ വാർത്ത, സ്വർഗം. അപ്പോൾ ലഹുമുൽ ബുഷ്റ, എല്ലാവിധ സന്തോഷ വാർത്തയും അവർക്കുള്ളതാണ്. ആർക്ക്? അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നതിൽ നിന്ന് അകന്നു നിൽക്കുക മാത്രമല്ല, ചെയ്തു പോയ തെറ്റിന് പശ്ചാത്തപിച്ച് മടങ്ങി ജീവിക്കുന്ന ആളുകൾ, അവർക്കുള്ളതാണ്. ഫബഷിർ, അതുകൊണ്ട് നബി താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കുക. ഇബാദി, അവിടെ ഇബാദ് എന്നുള്ളത് ആ ദാലിൻ്റെ കസ്ർ കാണാം. ഫബഷിർ ഇബാദി, എൻ്റെ അടിമകൾക്ക്. എങ്ങനെയുള്ള അടിമകൾ? അല്ലദീന യസ്തമിഊനൽ ഖൗല, വാക്കുകളെല്ലാം ശ്രദ്ധിച്ച് കേൾക്കുന്നവരായ അടിമകൾ.
എന്നിട്ട് ഫയത്തബിഊന അഹ്സനഹു, അതിൽ നിന്ന് ഏറ്റവും നല്ലതിനെ പിൻപറ്റുന്ന ആളുകൾ. ഒരു യഥാർത്ഥമായ വിശ്വാസി എന്ന് പറയുന്നവൻ്റെ സ്വഭാവം അതാണ്. എല്ലാം കേൾക്കുക, നല്ലത് ഏതാണ്, ഏറ്റവും നല്ലത് ഏതാണോ അത് പിൻപറ്റുക. അത് പിൻപറ്റാനുള്ള ബുദ്ധിയും വിവേചന ശക്തിയും അള്ളാഹു മനുഷ്യന് നേരത്തെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വിവേചന ശക്തി ഉപയോഗിച്ച് കേട്ട് മനസ്സിലാക്കുകയും അന്ധമായി ആരെയും അനുകരിക്കാതിരിക്കുകയും ചെയ്യുക. അതാണ് അള്ളാഹുവിൻ്റെ അടിമകൾ, സന്തോഷ വാർത്തയുള്ള അള്ളാഹുവിൻ്റെ അടിമകൾ. ആരെങ്കിലും ഒരു കൂട്ടര് പറയുന്നത് മാത്രം കേട്ട് അതിൻ്റെ അപ്പുറം ഇപ്പുറം കേൾക്കാതെ ജീവിക്കാൻ നമുക്ക് പാടില്ല. എല്ലാം കേൾക്കുക, അതിൽ നല്ലത് ഏതാണെന്ന് നമ്മൾ പിൻപറ്റുക. അതെങ്ങനെ പിൻപറ്റേണ്ടത്? ചിലപ്പോൾ അവനെന്നെ പഠിച്ച് നല്ലതിനെ വേർതിരിച്ചറിയാൻ അവനക്ക് സാധിക്കും, അല്ലെങ്കിൽ അത് ചോദിച്ചറിഞ്ഞും മനസ്സിലാക്കിയും നല്ലതിനെ വേർതിരിക്കാൻ സാധിക്കും. അല്ലാതെ ഒരന്ധമായി വജദ്ന അലൈഹി ആബാഅന കദാലിക യഫ്അലൂൻ, നമ്മുടെ പിതാക്കന്മാർ അങ്ങനെ ചെയ്തതായി ഞങ്ങൾ കണ്ടു, അത് ഞങ്ങൾ ചെയ്യുന്നു എന്ന് പറയുന്ന നിലപാട് ഒരു മൂഢത്വമാണ്. അത് ബുദ്ധിയുള്ളവന് യോജിച്ചതല്ല. അവലൂക്കാന ആബാഉഹും ലാ യഖിലൂന ശൈഅൻ വലാഹും യഹ്തദൂൻ, പിതാക്കന്മാർ ഒന്നും മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും അവർ സന്മാർഗത്തിലല്ലെങ്കിലും നിങ്ങളവരെ പിൻപറ്റുന്നവരാണോ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ ആയത്തിൻ്റെ തുടർന്ന്. അപ്പോൾ നമ്മളൊരു അന്ധമായി ആരെയും പിൻപറ്റാൻ പാടില്ല. ആ തഖ്ലീദുൽ അഅ്മ എന്നാണ് അതിന് പറയാം, അന്ധമായ അനുകരണം. അത് ആരെയും പാടില്ല, മതകാര്യത്തിലും പാടില്ല, മറ്റു ഒരു കാര്യത്തിലും പാടില്ല. അന്ധമായ അനുകരണം ആളുകൾക്കനുസരിച്ചും ഭൂരിപക്ഷത്തിനനുസരിച്ചും ജീവിക്കാനല്ല, നേരെ മറിച്ച് ശരി എവിടെയാണോ അവിടെ നിൽക്കാനാണ് നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വഖുൽ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുദ്ഖല സിദ്ഖിൻ വജ്അൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറ. എൻ്റെ രക്ഷിതാവേ, ശരി എവിടേക്ക് കയറി ചെല്ലുന്നുവോ ആ സ്ഥാനത്തു കൂടി കയറാനും ശരി എവിടെ ഇറങ്ങി ഏത് ഭാഗത്തുകൂടി ഇറങ്ങി വരുന്നുവോ ആ ഭാഗത്തുകൂടി ഇറങ്ങിപ്പോകാനുമുള്ള ശക്തി എനിക്കിനി നൽകണമേ എന്ന് പ്രാർത്ഥിക്കാൻ കൽപ്പിച്ചതായി ആ സൂറത്ത് കാണാം. സൂറത്തു ഇസ്രായിലാണത്, അല്ലേ? സൂറത്തു ഇസ്രായിലാണ്. റബ്ബി അദ്ഖിൽനി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി അള്ള കൽപ്പിച്ചതാണ്. പ്രാർത്ഥിക്കാൻ കൽപ്പിച്ചാൽ അതനുസരിച്ച് പ്രവർത്തിക്കുകയും വേണമല്ലോ. അപ്പോൾ അതാണ് ശരി എവിടെയുള്ളത്. അത് ആര് പറയുന്നു എന്നതോ അല്ലെങ്കിൽ അതെൻ്റെ പാരമ്പര്യത്തിന് വിരുദ്ധമാണോ എന്നതല്ല പ്രധാനം. അത് ശരിയാണോ എന്നാൽ അതിനെ പിൻപറ്റുക, തെറ്റാണോ അതിനെ നമ്മൾ ഒഴിവാക്കുക. അത് ആര് എത്ര വലിയ ആൾ പറഞ്ഞാലും അതിനെ ഒഴിവാക്കുക. അതാണ് പിന്നെ അല്ലദീന യസ്തമിഊനൽ ഖൗല, വാക്ക് ശ്രദ്ധിച്ച് കേൾക്കുക എന്ന്. ഇസ്തമ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം വേർതിരിച്ച് മനസ്സിലാക്കി കേൾക്കുന്നതിനാണ് ഇസ്തമ എന്ന് പറയാം. സമിഅ എന്ന് പറഞ്ഞാൽ കേട്ടു, ഇസ്തമ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേട്ടു. അത് രണ്ടും വ്യത്യാസമുണ്ട്. അതായത് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്, ഒരാളവിടെ ചുമക്കുന്നുണ്ടെങ്കിൽ, ഒരാൾ തുമ്മുന്നുണ്ടെങ്കിൽ, ഒരാൾ ചെയർ വലിച്ചിടുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അങ്ങേപ്പുറത്ത് നിന്നൊരു അനൗൺസ്മെൻറ്റ് റോട്ടിൽ കൂടി പോകുന്നതും നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ അതൊന്നുമല്ല നമ്മൾ ശ്രദ്ധിക്കുന്നത് ഈ ഖുർആൻ വചനങ്ങളാണ്. അപ്പോൾ അതാണ് വെറും ഹിയറിംഗ് അല്ല, അത് സമിഅ എന്നാണ് പറയാം. ഇസ്തമ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ശരിയും തെറ്റും മനസ്സിലാക്കിക്കൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക എന്ന്. അപ്പോൾ വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഊ ലഹു വഅൻസിതു ലഅല്ലക്കും തുർഹമൂൻ. ഖുർആൻ ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് ഖുർആൻ വെറും കേൾക്ക മാത്രമല്ല, പഠിക്കണം എന്ന അർത്ഥം കൂടി അതിലുണ്ട്. ഖുർആൻ ശ്രദ്ധിക്കുമ്പോൾ എപ്പോഴാണ് എങ്ങനെ വരിക, അതിൽ എന്താണ് പറയുന്നത് അതുകൂടി ശ്രദ്ധിക്കണമല്ലോ. അതാണ് യസ്തമിഊനൽ ഖൗല, വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കുക. അതിൻ്റെ ശരിയും തെറ്റും അതിൻ്റെ ന്യായവും അന്യായവും ഒക്കെ ശ്രദ്ധിച്ച് കേൾക്കുകയും ഫയത്തബിഊന, അങ്ങനെ അവർ പിൻപറ്റുകയും ചെയ്യും. അഹ്സനഹു, അതിലേറ്റവും ആ കൗലിൻ്റെ ഏറ്റവും നല്ല കൗല്, ശരി എവിടെയാണ്, ശരി ആരുടെ പക്ഷത്താണ്, അത് പിൻപറ്റുകയും ചെയ്യുന്നവർ.
ഉലൈക അല്ലദീന ഹദാഹുമുല്ലാഹ്, ഉലൈക ആ കൂട്ടരാണ് അല്ലദീന ഹദാഹുമുല്ലാഹ് അല്ലാഹു തആല ഹിദായത്താക്കിയവർ. അപ്പം ഹിദായത്ത് കിട്ടൽ നമ്മൾ ശ്രദ്ധിച്ച് കേട്ട് പഠിക്കുമ്പോഴാണ്. അൽ ഖൗൽ എന്ന് പറഞ്ഞാൽ മൊത്തത്തിലാണ് അല്ലാഹു തആല പറഞ്ഞത്. അപ്പോൾ ഖുർആനാവാം, ഖുർആനിൻ്റെ വിവരണങ്ങളാവാം, നമ്മളോട് കൽപ്പിക്കപ്പെട്ടത് ഇന്നതാണ് എന്ന് പറയുന്ന എല്ലാ കൗലുകളും അതിൽ പെടും. അൽ ഖൗൽ എന്നുള്ളത് മൊത്തത്തിലാണ്. അത് ഖുർആനും അവിടെ ഒറ്റവാക്കിൽ, ഇവിടെ ഈ കൗല് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേൾക്കുന്ന കൗല് ഖുർആനാണ്. അതാണല്ലോ നബി അവരോട് പറയുന്നത്. അതോടൊപ്പം എല്ലാ വാക്കുകളും അല്ലദീന യസ്തമിഊനൽ ഖൗല എന്നതിൽ പെടും. അതാ വഹദാ ജിൻസുൻ യശ്മലു കുല്ല ഖൗലിൻ ഫഹും യസ്തമിഊന ജിൻസൽ ഖൗലി ലിയുമയ്യിസു ബൈന മാ യംബഗി ഈസാറുഹു മിമ്മാ യംബഗി ഇജ്തിനാബുഹു. അതാ എല്ലാ വാക്കുകളും എന്നാണ് അതിനെ ഉൾക്കൊള്ളുന്നത്. അല്ല, ഖുർആൻ മാത്രമാകുമ്പോൾ അഹ്സൻ ഉണ്ടാവുമല്ലോ. ഖുർആനിൽ അഹ്സനും അഹ്സനല്ലാത്തതും ഉണ്ടാവുമല്ലോ. അപ്പം മൊത്തത്തിൽ വാക്കുകൾ എന്നുള്ള അർത്ഥമാണ്. അതാണ് വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കുക, എന്നിട്ട് പിമ്പറ്റുക. ഏറ്റവും നല്ലതിനെ പിമ്പറ്റുന്നവൻ ഉലൈക അല്ലദീന ഖൗലാണ്. ഹൂ എന്നുള്ള അല്ലില്ല, അഹ്സനഹു അതിൻ്റെ അഹ്സൻ, കൗലിൻ്റെ അഹ്സൻ. അതല്ല, അങ്ങനെയല്ല വരിക. അതുപോലെയല്ല, അങ്ങനെയല്ല. അത് ഭാഷാ ഘടന അങ്ങനെയാണ്. ലമീർ എന്നാണ് അതിന് പറയാം. ഹൂ എന്നുള്ളത് ഒരു ലമീർ എന്നൊരു സൂചകം. ഏതിലേക്ക്? കൗലിലേക്ക്. കൗലിൻ്റെ നല്ലത് ഏതാണ് പിൻപറ്റുക. ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും അതാണ്ട് അന്ധമായിട്ട് പറയുന്ന ആളെ കണ്ടിട്ട് ഇന്നാൾ പറഞ്ഞില്ലേ എന്നാൽ അത് ശരിയായിരിക്കും, അല്ലെങ്കിൽ ഇന്നാൾ പറഞ്ഞില്ല അത് ശരിയല്ല, അല്ലെങ്കിൽ നമ്മളാൾ പറഞ്ഞല്ലോ, നമ്മളെ വിഭാഗക്കാർ പറഞ്ഞല്ലോ, അതൊന്നും അല്ല പ്രധാനം. നമുക്ക് ശരി ഏതാണോ തെറ്റേതാണോ അത് വേർതിരിച്ച് നമ്മൾ മനസ്സിലാക്കി പിൻപറ്റുക. അത് പിൻപറ്റുമ്പോൾ നമുക്കാണ്ട് സ്വയം അതിന് പിൻപറ്റാൻ നമുക്ക് അറിവില്ലെങ്കിൽ അത് പഠിച്ച് മനസ്സിലാക്കി നല്ലതിൻ്റെ കൂടെ പോകുക എന്ന അർത്ഥമാണ് അതിനുള്ളത്. അവരാണ് ഉലൈക, അള്ളാഹു ഹിദായത്ത് ചെയ്തവർ എന്ന് പറഞ്ഞാൽ അവർക്കേ ഹിദായത്ത് കിട്ടുള്ളൂ. ഉലൈക ഹും ഉലുൽ അൽബാബ്, അവരാണ് ലുബുള്ളവർ, കാമ്പുള്ളവർ, ബുദ്ധിയുള്ളവർ. കാമ്പ് പറഞ്ഞാൽ ബുദ്ധിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവരാണ് ബുദ്ധിയുള്ളവർ. ഇനി അപ്പോൾ നമുക്കിതിലൊക്കെ നമുക്കുള്ളൊരു പാഠം അതാണ്. എല്ലാ താഗൂത്തുകളെയും നമ്മൾ അകന്ന് നിൽക്കണം. അല്ലാഹുവല്ലാതെ ആരാധിക്കപ്പെടുന്ന വസ്തുവിൽ നിന്നെല്ലാം അകന്ന് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. അള്ളാഹുവിൻ്റെ കൽപ്പനയിലേക്കല്ലാതെ നമ്മളെ വിളിക്കുന്ന കൂട്ടുകാരാവട്ടെ നേതാക്കളാവട്ടെ അവരിൽ നിന്ന് നമ്മൾ അകലണം. ഈ ഒരു കാര്യത്തിൽ അകന്ന് ജീവിക്കണം. അള്ളാഹുവിൻ്റെ കൽപ്പനയെ ധിക്കരിക്കുന്ന ആളുകളോട് ഒരിക്കലും രാജിയായിക്കൊണ്ട് ജീവിക്കരുത്. അവരുടെ ആശയാദർശങ്ങളിൽ നിന്നും മാറി ജീവിച്ചിട്ട് അള്ളാഹുവിലേക്ക് കേരിച്ചു മടങ്ങണം എന്ന ഒരു പാഠം. 2, എല്ലാം കേട്ട് അതിൽ നിന്ന് വേർതിരിച്ചു മനസ്സിലാക്കി നല്ലതിനെ പിൻപറ്റലാണ് ഒരു വിശ്വാസിക്ക് വേണ്ടത്. അവർക്കാണ് ഹിദായത്ത് കിട്ടുകയുള്ളൂ എന്ന രണ്ടാമത്തെ ഒരു പാഠം. അഫമൻ ഹഖ അലൈഹി കലിമത്തുൽ അദാബ് അഫഅൻത തുൻഖിദു മൻ ഫിന്നാർ. ഹഖ എന്ന് പറഞ്ഞാൽ സാക്ഷാത്കരിച്ചു അല്ലെങ്കിൽ ഉറപ്പായി. അഫമൻ ഹഖ അലൈഹി കലിമത്തുൽ അദാബ്, അദാബിൻ്റെ ശിക്ഷയുടെ വചനം ഉറപ്പിച്ചിട്ടുള്ളവനാണോ? അതൊരു ഒരു പ്രയോഗമാണ്. ശിക്ഷയുടെ വചനം സാക്ഷാത്കരിച്ചവർ എന്ന് പറഞ്ഞാൽ അള്ളാഹു ശിക്ഷിക്കും, ഇന്ന രൂപത്തിൽ ചെയ്താൽ പറഞ്ഞാൽ അള്ളാഹു ശിക്ഷിക്കും എന്ന് അള്ളാഹു തആല കൽപ്പിക്കുകയും തീരുമാനിക്കുകയും ആ ശിക്ഷക്ക് അർഹമാകുന്ന വിധത്തിൽ തോന്നിവാസങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവനാണോ എന്ന് പറഞ്ഞാൽ അവനെ നിനക്ക് രക്ഷിക്കാൻ കഴിയുമോ? ആ അർത്ഥം രണ്ടാമത്തെ വചനത്തിൽ നിന്ന് കിട്ടും. അഫഅൻത തുൻഖിദു, നിനക്ക് രക്ഷിക്കാൻ കഴിയുമോ? അങ്കത യുൻഖിദു എന്ന് പറഞ്ഞാൽ രക്ഷിച്ചെടുക്കുക.
അഫ അൻത തുൻഖിദു മൻ ഫിന്നാർ, നരകത്തിലുള്ള ഒരാളെ നിനക്ക് രക്ഷിച്ചെടുക്കാൻ കഴിയുമോ? അപ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷ ഒരാളിൽ സാക്ഷാത്കരിച്ചു അല്ലെങ്കിൽ ഉറപ്പായി. അതെപ്പോഴാണ് ഉറപ്പാവല്? അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കാത്ത ആളുകൾക്ക് അള്ളാഹു ശിക്ഷിക്കും. അത് അള്ളാഹുവിൻ്റെ നീതിയുടെ ഭാഗമാണ്. അവൻ നരകത്തിൽ കടക്കും. ആ നരകത്തിൽ കടന്ന ആളിനെ നിനക്ക് രക്ഷിക്കാൻ കഴിയുമോ എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ്റെ നരകവും മനുഷ്യൻ്റെ സ്വർഗവും ഓരോരുത്തരും വ്യക്തികളാണ് ഉണ്ടാക്കുന്നത്. മറ്റുള്ളവർക്ക് അതിൽ ഇടപെടാൻ സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകളോട് പറഞ്ഞത്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നീ പ്രവർത്തിക്കണം എന്നാണ്. അപ്പോൾ വാപ്പ അഷ്റഫുൽ ഖൽഖായി എന്നതുകൊണ്ടോ, അല്ലെങ്കിൽ വാപ്പ വലിയ ബിംബാരാധകനായി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതത്തിൽ കണ്ട പോലെ ആണെന്നത് കൊണ്ടോ, ഇബ്രാഹിം നബിക്ക് വാപ്പ ബിംബാരാധകനായതുകൊണ്ട് ഒരു ദോഷവും വന്നിട്ടില്ല. വാപ്പ അഷ്റഫുൽ ഖൽഖായതുകൊണ്ട് ഫാത്തിമ ബീവിക്ക് രക്ഷപ്പെടും എന്ന് വിചാരിക്കേണ്ടതില്ല. നേരെ മറിച്ച് അൻഖിദീ നഫ്സക്കി മിനന്നാർ, നിന്റെ നഫ്സിനെ നരകത്തിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണം. എന്താ കാരണം? അംലം ബിമാ ഫീ സൂഫി മൂസ വ ഇബ്രാഹിം അല്ലദീ വഫ അല്ലാ തസിറു വാസിറത്തും വിസറ ഉഖ്റ, ഒരാളുടെ പാപഭാരം മറ്റൊരാൾ വഹിക്കുകയില്ല. വ അൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, ഒരു മനുഷ്യന് അവൻ പ്രവർത്തിച്ചതല്ലാതെ ഉണ്ടാകുകയില്ല. അപ്പം നരകവും സ്വർഗവും നമ്മൾ തന്നെയാണ് നമുക്ക് വേണ്ടി വിലക്ക് വാങ്ങേണ്ടവരും വാങ്ങുന്നവരും. അത് നബിക്ക് അവരെ ആരെയും നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയില്ല. അഫ അൻത തുൻഖിദു മൻ ഫിന്നാർ, നരകത്തിലുള്ള ആളുകളെ നിനക്ക് രക്ഷിക്കാൻ കഴിയുമോ? അള്ളാഹുവിൻ്റെ ശിക്ഷ ഉറപ്പാകുകയും അവർ നരകത്തിൽ കടക്കുകയും ചെയ്തിട്ട് ആ നരകത്തിലുള്ളവനെ നിനക്ക് രക്ഷിക്കാൻ കഴിയുമോ എന്ന് റസൂലിനോടാണ് അള്ളാഹു തആല ചോദിക്കുന്നത്. അതെന്തിനാ റസൂലിനോട് ചോദിക്കുന്നത്? റസൂലിന് അങ്ങനെ രക്ഷിക്കാൻ കഴിയുമെന്ന് വിചാരം ഉണ്ടായിട്ടല്ല, നേരെ മറിച്ച് മനുഷ്യരെ പഠിപ്പിക്കുകയാണ്, റസൂല് പോലും നിങ്ങളെ രക്ഷിക്കുകയില്ല എന്ന്. ലാക്കിനില്ലദീന തഖൗ, ലാക്കിൻ എന്നാൽ അല്ലദീന തഖൗ, അള്ളാഹുവിനെ റബ്ബഹും തങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിച്ച് ജീവിച്ചവർ, ലഹും ഖുറഫുൻ, അവർക്ക് മണിമേടകളുണ്ട്. ഖുറഫ് എന്ന് പറഞ്ഞാൽ റൂം, ഖുർഫത്ത് എന്ന് പറഞ്ഞത് ഇന്നത്തെ ഭാഷയിൽ ഖുർഫത്ത് എന്ന് പറഞ്ഞാൽ നല്ല ഫർണിഷ്ഡായ റൂമുകൾക്കാണ് ഖുർഫത്ത് എന്ന് പറയാം. വെൽ ഫർണിഷ്ഡായ റൂമുകൾക്ക് ഖുർഫത്ത് എന്ന് പറയാം. വലിയ ഹോട്ടലുകളിലൊക്കെ ഉള്ളതിന് ഖുർഫത്ത് എന്ന് പറയും. അല്ലെങ്കിൽ പിന്നെ ഹുജറത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ താമസിക്കാനുള്ള മുറികൾ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ സ്വർഗത്തിൽ ഉറഫുണ്ട് എന്ന് പറഞ്ഞാൽ വലിയ മേടകളുണ്ട്. പഴയ കാലത്ത് മണിമേടകൾ എന്നൊക്കെയാണല്ലോ പറയലും. അതാണ് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ഉറഫും ബിം ഫൗഖിയ ഉറഫുൻ, തട്ടുതട്ടുകളായിട്ടുള്ള ഉറഫുണ്ട്. ബിം ഫൗഖിയ, അതിൻ്റെ മുകളിൽ ഉറഫുൻ മേടകളുണ്ട്. മബ്നിയത്തുൽ, പടുത്തുയർത്തപ്പെട്ട ഉറഫുകളുണ്ട് എന്ന് പറഞ്ഞാൽ തട്ടുതട്ടുകളായിട്ടുള്ള ഇടങ്ങളുണ്ട്, താമസ ഇടങ്ങളുണ്ട്. സ്വർഗത്തിനെ പറ്റി പറയുമ്പോൾ അവർക്ക് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു ആഗ്രഹമാണ്. മനുഷ്യൻ്റെ ഏറ്റവും സന്തോഷകരമായ ജീവിതത്തിൻ്റെ ഒരു സിംബോളിക്കായിട്ട് നമ്മൾ കാണുന്നതാണ് വലിയ വലിയ മേടകൾ. പിന്നെ മിൽ തഹത്തിഹ തജ്രീ മിൽ തഹത്തിഹ അൽ അൻഹാർ, അതിൻ്റെ താഴ്ഭാഗത്ത് കൂടി നദികളൊഴുകുന്ന വലിയ മേടകളുണ്ട് എന്ന് സ്വർഗത്തിനെ പറ്റി അങ്ങനെയാണ് അള്ളാഹു തആല എപ്പോഴും വിവരിച്ച് കാണുന്നത്. കാരണം ഏത് കാലഘട്ടത്തിലെയും മനുഷ്യൻ്റെ ആഗ്രഹ സഫലീകരണത്തിൻ്റെ അവസാനത്തേതാണ് നല്ല ആഹ്ലാദകരമായ പ്രകൃതി സുന്ദരമായ താമസ ഇടങ്ങൾ. അപ്പോൾ അതാണ് സ്വർഗത്തിനെ പറ്റി അള്ളാഹു വിവരിച്ചു കൊടുത്ത. അതിൻ്റെ അപ്പുറത്തേക്ക് മാല ഐനുൽ റഅത്ത് വലാ ഉദുലുൽ സമിഅത്ത് വമാ ഖത്തറ ഫീ ഖൽബി ബശർ, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഊഹിക്കാൻ പോലും കഴിയാത്ത, കണ്ണുകൾ കാണാത്ത, കാതുകൾ കേൾക്കാത്ത സുഖസൗകര്യങ്ങൾ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് സ്വർഗത്തിനെ പറ്റി. അപ്പോൾ സ്വർഗത്തിനെ നമുക്ക് പറഞ്ഞു തരണമെങ്കിൽ നമുക്കറിയുന്ന സുഖവിവരങ്ങൾ, സുഖസന്തോഷങ്ങളാണല്ലേ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അതാണ് ഇവിടെ
ഉറഫും മിൻ ഫൗഖിഹാ ഉറഫുൻ, ഒരു മേടകൾ, അതിൻ്റെ മുകളിൽ മേടകൾ, മബനിയത്തുൽ പടുത്തുയർത്തപ്പെട്ടതും, തജ്രീമിൽ തഹ്തിയൽ അൻഹാർ, അതിൻ്റെ താഴ്ഭാഗത്തുകൂടി നദികൾ ഒഴുകുന്നതുമായ അവർക്ക് മണിമേടകൾ ഉണ്ടായിരിക്കും. പിന്നെ വാഇദല്ലാ, ഇത് അള്ളാഹുവിൻ്റെ കരാറാണ്, അത് കിട്ടും. ലാ യുഖ്ലിഫുല്ലാഹുൽ മീആദ്, അള്ളാഹു അവൻ്റെ വാഇദ, മീആദ് എന്ന് പറഞ്ഞാൽ വാഇദയാണ്, അവൻ്റെ കരാറുകൾ ലംഘിക്കുകയില്ല. അഖ്ലഫ ലംഘിച്ചു എന്ന്, ഖലഫ അഖ്ലഫ യുഖ്ലിഫാണ്. ഇനി അലം തറ അല്ലല്ലാഹ അൻസല മിനസ് സമാഇ മാഅ, ഇതൊക്കെ നമ്മൾ പഠിച്ച ആയത്തുകളുടെ മറ്റു രൂപങ്ങളാണ്. ആ വാക്കുകളൊക്കെ നമ്മൾ അറിയണം. അലം തറ, നീ കാണുന്നില്ലേ, കണ്ടിട്ടില്ലേ? അല്ലല്ലാഹ അൻസല മിനസ് സമാഇ, അല്ലാഹു തആല മുകളിൽ നിന്ന് ഇറക്കിയിരിക്കുന്നു, മാ അൽ വെള്ളത്തെ, അതായത് മഴ പെയ്യിപ്പിച്ചു എന്നർത്ഥം. സമാ എന്നാൽ ആകാശം, മുകൾ ഭാഗം എന്നൊക്കെ പറയും. അപ്പോൾ ആകാശത്തിൽ നിന്ന് മഴ പെയ്യിപ്പിച്ചു എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മുകൾ ഭാഗത്തിൽ നിന്ന് അല്ലാഹു തആല മഴ പെയ്യിപ്പിച്ചു. ഫസലക്കഹു യനാബിയ, ആ വെള്ളത്തെ അല്ലാഹു തആല പ്രവേശിപ്പിച്ചു, കടത്തിവിട്ടു. യനാബിയ, ഉറവിടങ്ങളിലേക്ക്, ഫിൽ അർളി, ഭൂമിയിലുള്ള ഉറവിടങ്ങളിലേക്ക് അല്ലാഹു തആല ആ വെള്ളത്തെ കടത്തിവിട്ടു. മഴ പെയ്തിട്ട് അത് വെള്ളം ഭൂമിയിൽ വറ്റിപ്പോയി, അത് എവിടെയൊക്കെയോ അള്ളാഹു ഉദ്ദേശിക്കുന്ന ഉറവുകളിൽ ആ വെള്ളം അല്ലാഹു തആല അതിലേക്ക് വിട്ടിട്ട് അവിടെ ശേഖരിച്ചു. എന്നിട്ട് സുമ്മ യുഖ്രിജു ബിഹി, പിന്നീട് ആ വെള്ളം കൊണ്ട് അല്ലാഹു തആല പുറത്തു കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്നു. സർഅൻ, കൃഷിയെ, സർ എന്നൊക്കെ പറഞ്ഞ കൃഷിയാണ്. മുഖ്തലിഫൻ അൽവാനുഹു, വ്യത്യസ്തമായ ലൗനുകളുള്ള, വർണ്ണങ്ങളുള്ള. ആകാശത്തിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം ഒരേ വെള്ളമാണ്, അത് ഭൂമിയിൽ വറ്റി, അത് യനാബി, എമ്പോൾ എന്ന് പറഞ്ഞാൽ ഉറവിടം എന്നാണ് അർത്ഥം. എമ്പോൾ, യാമ്പൂ എന്നറിയും. സൗദി അറേബ്യയിലൊരു സ്ഥലമുണ്ട് യാമ്പൂ. ആ യാമ്പൂ എന്ന് പറഞ്ഞാൽ എൽബുവാണ്, ഉറവിടം എന്നാണ് അർത്ഥം. അവിടെ യാമ്പു, അവിടെ വെള്ളത്തിൻ്റെ ഉറവിടങ്ങൾ ഉണ്ടായത് കൊണ്ടായിരിക്കണം ആ നാടിന് അങ്ങനെ പേര് വരാൻ കാരണം. അതുപോലെ അല്ലയില്ലോ മറ്റോ, അതുകൊണ്ട് ഒരു എമ്പോൾ, അതുകൊണ്ട് എബുൽ ബഹർ അല്ലേ, അതുകൊണ്ടാണ് അൽ അയീൻ എന്ന പദം UAE അബുദാബിയുടെ ഒരു പ്രവിശ്യയാണ് അൽ അയീൻ. അത് നദി എന്നാണല്ലോ ആ വാക്കിൻ്റെ അർത്ഥം. അവിടെ ഒരു മലയുടെ മുകളിൽ നിന്ന് എല്ലാ കാലത്തും ഒരു വെള്ളച്ചാലിങ്ങനെ ഒഴുകി വരുന്നുണ്ട്, അതുകൊണ്ടായിരിക്കണം ആ പേര് അതിന് വന്നത്. അപ്പോൾ എംബോ എന്നുള്ള വാക്കതാണ്, യാമ്പു, അതായത് ഉറവിടങ്ങൾ ഉണ്ടാക്കി. അത് മുഖേന അല്ലാഹു തആല വ്യത്യസ്ത ലൗനുകൾ, വർണ്ണങ്ങളിലുള്ള കൃഷി ഉൽപ്പാദിപ്പിച്ചു. നമ്മളൊക്കെ പറയേണ്ടതിനാണ്, വെള്ളം ഒന്ന് തന്നെയാണ്, പക്ഷേ നീലയും ചുവപ്പും പച്ചയും വൈവിധ്യമാർന്ന വർണ്ണങ്ങൾ ഒരേ വെള്ളത്തിൽ നിന്നാണ് അല്ലാഹു തആല ഉൽപ്പാദിപ്പിക്കുന്നത് കൃഷികൾ. സുമ യഹീജു, പിന്നെ ആ കൃഷി ഉണങ്ങിപ്പോകുന്നു. ഫതറാഹു, അപ്പോൾ അതിനെ നിനക്ക് കാണാം, മുസ്ഫറൻ, മഞ്ഞ നിറമായിട്ട്. ഉണക്കം ബാധിക്കുമ്പോൾ അതിൻ്റെ നിറവ്യത്യാസം വന്ന് അതിൻ്റെ മഞ്ഞളിച്ച രൂപത്തിൽ കാണുന്നു. സുമ യജഅലുഹു, അതായത് ഉണക്കത്തിന് മുമ്പുള്ള ആ ഒരു പച്ചപ്പ് കഴിഞ്ഞാലുണ്ടാകുന്നതിനാണ് ഇസ്ഫിറാർ, നമ്മൾ മഞ്ഞളിച്ചു പോകുക എന്ന് പറയല്ലോ. മുസ്ഫറൻ, മഞ്ഞ നിറമായി പോകുന്നു. സുഫറത്ത് എന്ന് പറഞ്ഞാൽ മഞ്ഞാന്ന്. അസ്ഫർ, മഞ്ഞ നിറം എന്നാണ്. അബിയല്, വെളുത്തത്. അഹ്മർ, ചുവന്നത്. അതുപോലെ അസ്വദ്, കറുത്തത്. അസ്ഫർ, മഞ്ഞ. അഹ്ലർ, പച്ച. ഇനിയും മറ്റു നിറങ്ങളുണ്ട്. അപ്പം മുസ്ഫറായിട്ട്, അതിനെ മഞ്ഞളിച്ചതായി എന്ന് പറഞ്ഞാൽ അത് വാടി എന്ന അർത്ഥത്തിലാണ്. ഇവിടെ വാട്ടം പിടിച്ചതാണ്. പച്ച, അതിൻ്റെ മഞ്ഞ നിറം വരുമ്പോൾ ഇലകളൊക്കെ വാടിപ്പോയതായിട്ട് നിനക്ക് കാണാം. സുമ യജ്അലുഹു ഹുതാമ, പിന്നെ അതിനെ അല്ലാഹു തആല ഉണങ്ങിയ ചവറുകളാക്കി മാറ്റുന്നു. ഹുതാമ എന്ന് പറഞ്ഞാൽ ഉണങ്ങിയ രൂപത്തിലേക്ക് മാറ്റുന്നു. എന്നിട്ട് അല്ലാഹു പറയുന്നത്, ഇന്ന ഫീ ദാലിക ലദിക്റ, തീർച്ചയായും ഇതിൽ ഉത്ബോധനമുണ്ട്.
ലി ഉലിൽ അൽബാബ്, നേരത്തെ പറഞ്ഞ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകൾക്ക്. അതായത് ഭൂമിയിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥ, മഴ പെയ്യുന്നു, ഒക്കെ പച്ചപ്പുണ്ടാകുന്നു, ഉറവുകളുണ്ടാകുന്നു, ഉറവിൽ നിന്ന് വ്യത്യസ്ത വർണ്ണങ്ങളുള്ള കൃഷികളും ചെടികളും ഉണ്ടാകുന്നു. ഒന്നുകിൽ മനുഷ്യനുപകാരപ്രദമായ സെർവുകൾ, അല്ലെങ്കിൽ ജീവജാലങ്ങൾക്കും ആടുമാടുകൾക്കും പറ്റിയ കൃഷികൾ. അവർ കൃഷി ചെയ്യുന്നില്ലെങ്കിലും അവർക്ക് പറ്റിയ ഇതുകൾ ഉണ്ടാവുന്നു, ചെടികളൊക്കെ. പിന്നെ അത് മഞ്ഞ നിറമാകുന്നു, പിന്നെ ഹുത്താമാവുന്നു, അതായത് ഉണങ്ങിയ ചവറുകളാകുന്നു. ഉത്താമ് അതല്ലാണ് ചവറ്, പിന്നെ കറ്റ, വൈക്കോലൊക്കെ ആ അർത്ഥത്തിൽ വരും. മറ്റേത് അസ്ഫാണ് ശരിക്കുള്ള വൈക്കോല് എന്ന് പറയുന്നത്. അസ്ഫി വൈക്കോൽ എന്ന് പറഞ്ഞല്ലോ, ചവച്ചരക്കപ്പെട്ട ഇതുകൾ. അപ്പോൾ ഇവിടെ ഹുത്താം അതെല്ലാം ഉണങ്ങിയ തരത്തിലുള്ള ഉണങ്ങിയ ഒരു ചവറുകളായിട്ട് അതിനെ മാറ്റും, പുല്ലൊക്കെ ഉണങ്ങിയത്. ഇതിൽ ബുദ്ധിയുള്ളവർക്കുണ്ട്. കാരണം നമ്മളൊക്കെ ചെറുപ്പം അങ്ങനെ പച്ചപ്പുള്ള ആവേശവും ഉന്മേഷവും, പിന്നെ അങ്ങനെ ഉണങ്ങി അസ്രായി, പിന്നെ വാടി അവസാനം ഉത്താമാകും. അപ്പോൾ നമ്മളെ മക്കൾ തലസ്ഥാനത്ത് വരും. ഇത് ഈ ലോകത്തിൻ്റെ ഒരവസ്ഥ ഇതാണ്. അത് നീ കാണുന്നില്ലേ എന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങളൊക്കെ ഉണങ്ങിപ്പോകും എന്നുള്ള ഒരവസ്ഥയും, പുനർജന്മമുണ്ട്, ഈ ലോകം എന്നൊന്നും ഇതേ രൂപത്തിൽ പച്ചപ്പിൽ നിൽക്കുകയില്ല, ലോകത്തിലുമുണ്ട് അവസാനം, മനുഷ്യർക്കുമുണ്ട് ജീവജാലങ്ങൾക്കുമുണ്ട് എന്നാണ് ഉലുൽ അൽബാബിൽ ബുദ്ധിയുള്ള ആളുകൾക്ക് ഇതിൽ കൂടി അള്ളാഹു പഠിപ്പിക്കുന്നത്. പരലോകമാണ്, പരലോകം പഠിപ്പിക്കുകയാണ്. ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ഇന്ന ഫീ ദാലിക ലദിക്റ ലിഉലിൽ അൽബാബ്. ഇനി അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം ഫഹുവ അലാ നൂരിൻ മിർ റബ്ബി. അഫമൻ ശറഹല്ലാഹ്, അല്ലാഹു തആല വിശാലമാക്കി കൊടുത്തവനാണോ. ശറഹ എന്ന് പറഞ്ഞാൽ വിശദീകരിച്ചു എന്നർത്ഥമുണ്ട്. അതെന്താണ്? അതും വിശാലമാക്കലാണ്. ഒരാശയത്തെ ശറഹ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ വിശദീകരിച്ച് അടിച്ച് പരത്തി അതിനെ വിശാലമാക്കുക എന്നുള്ള, അതിലാണ് ശറഹു സദർ, ഹൃദയത്തെ വിശാലമാക്കുക. ഇടുങ്ങിയ ഹൃദയത്തിൽ നിന്ന് ഒരു വിശാല ഹൃദയം. റബ്ബി ശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അല്ലാഹു തആല ഹൃദയത്തെ വിശാലമാക്കി കൊടുത്തു. ലിൽ ഇസ്ലാം, ഇസ്ലാമിന് വേണ്ടി, അള്ളാഹുവിന് കീഴ്പ്പെടാൻ വേണ്ടിയുള്ള ഹൃദയ വിശാലത നൽകിയ ഒരാളാണോ. ഫഹുവ, അങ്ങനെ അവൻ ആ ഹൃദയ വിശാലത നൽകിയപ്പോൾ അലാ നൂരിൻ മിർ റബ്ബിഹി, അവൻ്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള ഒരു പ്രകാശത്തിലാണ് അവൻ ജീവിക്കുന്നത്. നമ്മളാരും കാണാത്ത ഹൃദയത്തിൻ്റെ ഒരു വെളിച്ചം. അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ. ഹൃദയത്തിലാണ്, നമുക്ക് പുറത്തല്ല വേണ്ടത്. പുറത്തുള്ള എത്ര വലിയ വെളിച്ചം, നല്ല തിളക്കമുള്ള വെളിച്ചമുണ്ടെങ്കിലും മനസ്സിലാണ് വെളിച്ചം വേണ്ടത്. അതുകൊണ്ടാണ് എപ്പോഴും അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ വഫീ ബസരി നൂറ വൻ ഫീ സമഈ നൂറ വൻ യമീനി നൂറ വൻ ശിമാലി നൂറ വമിൽ വറാഇ നൂറ വമിൽ ഫൗഖി വമിൻ അമാമി നൂറ വമിൻ ഫൗഖി നൂറ വമിൻ തഹ്തി നൂറ അല്ലാഹുമ്മ ജഅൽ ലി നൂറ അല്ലാഹുമ്മ അഅ്ളിം ലി നൂറ. ആ ഒരു പ്രാർത്ഥന അള്ളാഹു പറഞ്ഞതാണ്. അതായത് വെളിച്ചം പുറത്തുള്ള നിയോൺ ബൾബുകളെ കൊണ്ടല്ല, മനുഷ്യൻ്റെ മനസ്സിലും കണ്ണിലും കാതിലുമാണ് നമുക്ക് വെളിച്ചം വേണ്ടത്. ആ വെളിച്ചം കിട്ടി. ഫഹുവ അലാ നൂരിൻ മിർ റബ്ബി, അവൻ റബ്ബിങ്കൽ നിന്നുള്ള പ്രകാശത്തിന്മേൽ ജീവിക്കുന്നു. ഇസ്ലാമിലേക്ക് മനസ്സ് വിശാലമായി അങ്ങനെ റബ്ബിൻ്റെ പ്രകാശത്തിൽ ജീവിക്കുന്നവനാണോ. അങ്ങനെ ജീവിക്കാത്ത ഒരാളെ പോലെ എന്നാണ് അവിടെ. അതിൻ്റെ മറുവശം പറഞ്ഞിട്ടില്ല, അത് അടുത്ത വാക്കുകൊണ്ട് കിട്ടും നമുക്ക്. അതെന്താണ്? ഫവൈലുൻ, ഏറ്റവും വലിയ നാശം, ലിൽ ഖാസിയത്തി ഖുലൂബുഹും ബിൽ ദിക്രില്ലാ. ഖാസിയത്തി ഖുലൂബ്, ഹൃദയങ്ങൾ കടുത്തുപോയവർക്കാണ്. ബിൽ ദിക്രില്ലാ, അള്ളാഹുവിനെ പറ്റിയുള്ള സ്മരണയിൽ നിന്ന് ഹൃദയം ഖസുവത്ത് എന്ന് പറഞ്ഞാൽ കടുത്തുപോയി, അള്ളാഹുവിനെ ഓർക്കുന്നില്ല. അതാണ്. മറ്റേ ആൾക്ക് ഹൃദയം വിശാലമായി
എപ്പോഴും പ്രകാശത്തിലാണ് ജീവിക്കുന്നത്. മറ്റേ ആൾക്ക് ഫവൈലുല്ലിൽ ഖാസിയത്തി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ്, ഹൃദയങ്ങൾ അള്ളാഹുവിൻ്റെ ദിക്ർ കൊണ്ട്, ദിക്റിനാൽ ഹൃദയം കടുത്തുപോയി. ആ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് അത് വരുന്നില്ല, വെളിച്ചം വരുന്നില്ല, അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മ വരുന്നില്ല. അവന് വലിയ നാശം എന്ന് പറഞ്ഞപ്പോൾ ആ ഹൃദയം കടുത്തുപോയവനെ പോലെയാണോ ഹൃദയം വിശാലമായവൻ? ഉലായിക ഫീ ളലാലിൻ മുബീൻ, ആ കൂട്ടർ വ്യക്തമായ വഴികേടിലാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ വെളിച്ചമുണ്ടാവണം. ഇതൊക്കെ ഓരോരോ ആയത്തുകളിൽ കൂടി മനുഷ്യന് കിട്ടുന്ന തസ്കിയത്തുകളാണ്. ആഖിറത്തെ ഓർമ്മിപ്പിച്ചു, മഴ പെയ്ത് പുല്ലുണ്ടായി മുളച്ച് നല്ല വർണ്ണശബളമാകുന്നു, ഉണങ്ങിപ്പോകുന്നു. ആലോചിക്കണ്ടേ നിങ്ങൾ? അതുപോലെ ഹൃദയം വിശാലമായി ഒരു വെളിച്ചമുള്ള ഹൃദയം ഒരാൾക്കുണ്ടാകുക, മറ്റേ ആൾക്ക് അള്ളാഹുവിനെ പറ്റി ഓർക്കാതെ ഹൃദയം കടുത്തു പോകുക, അവന് മഹാനാശമുണ്ട്, അവൻ പഴിച്ചവനാണ്. അങ്ങനെ കടുത്തുപോയി കൂടാ. ഇനി അള്ളാഹു നസ്സല അഹ്സനൽ ഹദീസ്, അള്ളാഹു തആല ഇറക്കി തന്നിരിക്കുന്നു. നസ്സല എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും തുടരെ അള്ളാഹു തആല ഇറക്കിയിരിക്കുന്നു. അഹ്സനൽ ഹദീസ്, ഏറ്റവും നല്ല വർത്തമാനങ്ങൾ, ഏറ്റവും നല്ല വർത്തമാനങ്ങൾ. അതായത് കിതാബൻ, ഒരു വേദഗ്രന്ഥം. ഖുർആനെ പറ്റിയാണ് അഹ്സനുൽ ഹദീസ് എന്ന് പറയുന്നത്. അതായത് ഒരു വേദഗ്രന്ഥം. മുതശാബിഹൻ, പരസ്പരം സാദൃശ്യമായ ഒരു വേദഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ഒരായത്തും മറ്റേ ആയത്തുകളും പരസ്പരം ഓതി നോക്കുമ്പോൾ സാദൃശ്യമാണ്. അതിൻ്റെ രൂപത്തിലും പലപ്പോഴും ആദർശത്തിലും ആയത്തുകൾ പരസ്പരം യശ്ബഹു ബഅ്ളുഹു ബഅ്ളൻ, ചിലതുമായി സാദൃശ്യമാകും. മസാനിയ, ആവർത്തിച്ചു വരുന്നത്. അതാണല്ലോ ഖുർആനിൻ്റെ ഒരു പ്രത്യേകത. അതാണ് സബഉ മിനൽ മസാനി എന്ന് പറയുന്നത് ഫാത്തിഹയെ പറ്റിയാണ്. വലഖദ് ആതൈനാക സബഅ മിനൽ മസാനി എന്നാണ്. ഫാത്തിഹ ആവർത്തിച്ചു വരുന്ന 7 അത് നമ്മുടെ ജീവിതത്തിലും ഫാത്തിഹ ആവർത്തിച്ച് വരുന്നുണ്ട്. നമ്മളൊരു ദിവസം ചുരുങ്ങിയത് 17 വട്ടം നിർബന്ധമായി ഫാത്തിഹ ഓതണം. ഇനി ഐസികമായ നിസ്കാരം ഉണ്ടെങ്കിൽ അതിലേറെ ഓതണം ഫാത്തിഹ. അത് മാത്രമല്ല, ഖുർആനിലുള്ള ആ ഫാത്തിഹയിലുള്ള ആശയങ്ങളും ഖുർആനിൽ ഉടനീളം ആവർത്തിച്ച് വരുന്ന കാര്യങ്ങളാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹു റബ്ബുൽ ആലമീനാണ് എന്നൊരാശയം, അത് ഖുർആൻ ആവർത്തിച്ച് ഖലഖസ്സമാവാതി വൽ അർള, അതുപോലെ തന്നെ അൻസല മിനസ് സമാഇ മാഅൻ യുഹ്യി വയുമീതു, എല്ലാ കാര്യങ്ങളും അള്ളാഹുവാണ് ഇതൊക്കെ പോറ്റി വളർത്തുന്നവൻ എന്ന ആശയം ആവർത്തിച്ചു വരികയാണ്. അവനാണ് സ്തുതിക്കർഹനായിട്ടുള്ളത് എന്ന അൽഹംദുലില്ലാ, അത് ഖുർആനിൽ മൊത്തമായി ആവർത്തിച്ചു വരുന്നു. ഇനി അർ-റഹ്മാനിർ റഹീം, അള്ളാഹു തആലാന്റെ റഹ്മത്തിൻ്റെ അടയാളങ്ങളാണ് ഖുർആനിൽ പൂർവിക സമുദായത്തെയും ഏത് വിഭാഗങ്ങളെയും വസ്തുക്കളെയും ജീവജാലങ്ങളെയൊക്കെ പറഞ്ഞെടുത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്തിനാണ് ഏറ്റവും കൂടുതൽ മികച്ചു നിൽക്കുന്ന, ആ റഹ്മത്താണ് മികച്ചു നിൽക്കുന്നത്. അപ്പോൾ അത് ആവർത്തിച്ച് വരുന്നുണ്ട് ഖുർആനിൽ. പരിശുദ്ധ ഖുർആനിലെ എല്ലാ സൂറത്തുകളിലുമുള്ള ആശയങ്ങളുടെ ഒരാകത്തുക ഖുർആനിലുണ്ട്, ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. മാലിക് യൗമുദ്ദീൻ, പരലോകമാണത്. പരലോകമുണ്ട്, ആ പരലോകത്ത് അല്ലാഹ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ആവർത്തിച്ച് വരുന്ന പല രൂപത്തിലും ആവർത്തിച്ച് വരുന്നുണ്ട്. അതാണ് ഫാത്തിഹയിൽ മാലിക് യൗമുദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, ഇബാദത്ത് അത് അള്ളാഹുവിന് മാത്രമാണ് എന്നത്, ആ വിഷയം എത്രയോ ആവർത്തിച്ച് വരുന്നു ഖുർആനിൽ. അള്ളാഹു മാത്രമാണ് സഹായിക്കാൻ അർഹൻ, സഹായം അള്ളാഹുവിൻ്റെതേ കിട്ടുള്ളൂ, വേറെ ആരും നമ്മളെ സഹായിക്കൂല എന്നത്. വഇയ്യാക നസ്തഈൻ, അതാണ് ഖുർആനിൽ ഉടനീളം ആവർത്തിച്ച് വരുന്ന മറ്റൊരു വിഷയം. പിന്നെ സിറാത്തുൽ മുസ്തഖീം, അതിലേക്ക് ആർക്കൊക്കെ ഹിദായത്ത് കിട്ടും കിട്ടൂല, അതാണ് ഖുർആൻ ആവർത്തിക്കുന്നത്. സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്ന് പറഞ്ഞ അമ്പിയാക്കന്മാർ, സാലിഹീങ്ങൾ, ശുഹദാക്കൾ, അങ്ങനെയുള്ള ആളുകളുടെ ജീവചരിത്രം ഖുർആനിൽ ആവർത്തിച്ച് വരുന്നുണ്ട്. ഗൈറിൽ മഗ്ലൂബി അലൈഹിം, അള്ളാഹുവിൻ്റെ കോപം ലഭിച്ച ആളുകളെ പറ്റിയുള്ള ചരിത്രം വരുന്നുണ്ട്. വലല്ലാലീൻ, നേർവഴിയിൽ നിന്ന് പയച്ചു പോയവരെ പറ്റി വരുന്ന ചരിത്രമുണ്ട്. ഖുർആൻ മൊത്തം നോക്കിയാൽ ഈ 7 ആയത്തുകൾ ഉൾക്കൊള്ളുന്ന ആശയത്തിൻ്റെ വിശദാംശങ്ങളാണ് സൂറത്ത്
ഖുർആനിലുള്ളത് ഈ 7 ആയത്തുകളുടെ. അപ്പോൾ നമ്മൾ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ, അതുകൊണ്ടായിരിക്കണം എല്ലാ നിസ്കാരത്തിലും ഫാത്തിഹ തന്നെ അല്ലാഹു തആല ഉറപ്പിച്ചു. അപ്പം ഖുർആനിലുള്ള എല്ലാ വിഷയങ്ങളും നമ്മൾ ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. അതായത് വലഖദ് ആതൈനാക സബഅൻ മിനൽ മസാനി വൽ ഖുർആനിൽ അളീം എന്ന് പറഞ്ഞിടത്ത് 7 സബഅൻ മിനൽ മസാനി ഫാത്തിഹ നൽകി, ഖുർആനുൽ അളീമും നൽകിയപ്പോൾ ഖുർആനുൽ അളീമിൽ പെട്ടതാണല്ലോ ഫാത്തിഹ. പക്ഷേ ഫാത്തിഹയുടെ പ്രാധാന്യം കണ്ടുകൊണ്ടാണ് അത് പറഞ്ഞത് എന്നാണ് ആ വിഷയത്തിൽ മുഫസ്സിറുകൾ പറയുന്നത്. ഫാത്തിഹ ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് നോമ്പിനെ പറ്റി, കുല്ലു അമലി ഇബ്നി ആദമ ലീ ഇല്ല സോം, മനുഷ്യൻ ചെയ്യുന്ന എല്ലാ അമലുകളും എനിക്കുള്ളതാണ്, ഇല്ല സോം, നോമ്പൊഴിച്ച്. നോമ്പൊഴിൽ ആർക്കുള്ള? നോമ്പ് അള്ളാഹ്ക്കുള്ളതല്ലേ. നമ്മളെ നിസ്കാരവും ഹജ്ജും സക്കാത്തും ഒക്കെ അള്ളാഹ്ക്കുള്ളതാണെന്ന് നബി പറയുന്നത്. പിന്നെ അള്ളാഹ് പറയുന്ന ഒരു വാക്കാണ് ഖുദ്സിയായ ഹദീസ, കുല്ലു അമലി ഇബ്നി ആദമ ലീ, മനുഷ്യൻ്റെ എല്ലാ അമലും എനിക്കുള്ളതാണ് അള്ളാഹ് പറയാ. ഇല്ല സോം, നോമ്പൊഴിച്ച്. നോമ്പിൽ ആർക്കുള്ള? അല്ല പിന്നെ അതാ തന്നെ കുല്ലു അമലി ഇബ്നി ആദമ ലഹൂന, അവനുള്ളതാണ്. ലഹൂന ലീന്നല്ല, അവനുള്ളതാണ് എന്ന് പറഞ്ഞാൽ എല്ലാ അമലും നമുക്കുള്ളതാണ്, നമുക്ക് അത് ചെയ്താൽ കൂലി കിട്ടും, അള്ളാഹുവിൻ്റെ നിർമ്മിതം. എന്നാൽ നോമ്പൊഴിച്ച് ഫഇന്നഹു ലീ, അത് എനിക്കുള്ളതാണ്. അതിനെന്താ പറയുന്നത്? മറ്റു അമലുകളെക്കാളും നോമ്പിന് അള്ളാഹു തആല ഒരു പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. മറ്റു അമലുകൾക്കില്ലാത്ത ഒരു പ്രാധാന്യം നോമ്പിലുണ്ട്. അപ്പം നമ്മളൊരു 4 കുട്ടികളുണ്ടെങ്കിൽ ഇതൊക്കെ എൻ്റെ കുട്ടികളാണ്, പിന്നെ എൻ്റെ നല്ല കുട്ടിയാണ് എന്നൊക്കെ പറയുമ്പോൾ മറ്റുള്ള കുട്ടികളല്ല എന്നല്ലല്ലോ, അതൊരു സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രത്യേകതയുടെ അടയാളമാണ്. നോമ്പിന് അള്ളാഹു തആല എല്ലാ അമലുകൾക്കും അള്ളാഹു സ്വർഗം കൽപ്പിച്ചു. പക്ഷെ നോമ്പ് നോറ്റവർക്കുള്ള സ്വർഗത്തിന് അള്ളാഹ് വേറെ ഗേറ്റ് വെച്ചു. നോമ്പുകാർക്ക് റയ്യാൻ, അത് വേറെ ഗേറ്റാണ്. എല്ലാവർക്കും മറ്റ് നിസ്കരിക്കേണ്ടവർക്കൊരു ഗേറ്റും ഹജ്ജ് ചെയ്യുന്നവർക്ക് അങ്ങനെ ആജിയന്മാർക്ക് വേറെ ഗേറ്റ്, അങ്ങനെയൊന്നും അള്ളാഹു പറഞ്ഞിട്ടില്ല, നബി പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ നോമ്പുകാരന് റയ്യാൻ എന്നൊരു കവാടമുണ്ട്, അതിൽ കൂടി കടക്കുമെന്ന് പറഞ്ഞു. അതുപോലെ നോമ്പിന് അള്ളാഹു ഒരുപാട് പ്രാധാന്യം മറ്റുള്ളതിന് അല്ലാത്ത. അതിന് കാരണം എന്താ പറഞ്ഞാൽ നോമ്പ് ഒരു സ്വകാര്യ ഇബാദത്താണ്. അപ്പം നിസ്കാരം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നമ്മളൊക്കെ അങ്ങനെ ഒരു സ്വകാര്യമല്ല, എല്ലാവർക്കും അറിയാം. ഹജ്ജ് എന്ന് പറഞ്ഞാൽ പിന്നെ 4 ആൾ അറിയാതെ ആയിട്ട് പറ്റൂല. പിന്നെ നോമ്പും സക്കാത്തും ഒക്കെ അങ്ങനെ തന്നെ. ഏറ്റവും ചുരുങ്ങിയത് സക്കാത്ത് സ്വകാര്യമായി കൊടുത്താൽ പോലും മറ്റേ ആൾ അറിയാമല്ലോ. പക്ഷെ നോമ്പ് ആരും അറിയില്ലോ, ഞാൻ നോമ്പാണ് എന്ന് പറഞ്ഞാൽ അത് വേറെ ആരും അറിയാൻ പോകുന്നില്ല. അപ്പം നോമ്പ് നോൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് വേറുള്ളവർക്ക് വേണ്ടി നോൽക്കൂല, അത് അവൻ പഠിച്ചവന് വേണ്ടിയല്ലേ നോൽക്കുള്ളൂ. അതുകൊണ്ട് അള്ളാഹു എനിക്ക് വേണ്ടി പട്ടിണി കിടന്നു എന്നാണ് പറയുന്നത്. അതേമാതിരി തന്നെയാണ് ഖുർആൻ വലഖദ് ആതൈനാക സബഅൻ മിനൽ മസാനി വൽ ഖുർആനിൽ അളീം. ഖുർആനുൽ അളീം നൽകി എന്നുള്ളതിൽ ഫാത്തിഹയുണ്ട്, 7 ആയത്തുണ്ട്. പക്ഷേ 7 ആയത്ത് ഖുർആനിൻ്റെ ഒരു ആകത്തുകയായതുകൊണ്ട് അതിൽ അല്ലാഹു തആല പ്രത്യേകമായി എടുത്തു പറഞ്ഞു. അതാ മസാനിയ എന്നാണ്, ആവർത്തിക്കുന്ന ആയത്തുകൾ. എന്നിട്ട് തഖ്ശൈർ, ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമ്മളും ഖുർആനുമായിട്ടുള്ള ബന്ധം നമുക്ക് അറിയാം, നമ്മളൊന്ന് വിലയിരുത്തേണ്ടത്. തഖ്ശൈറു മിൻഹു, ആ ഖുർആൻ കൊണ്ട് ഇഖ്ശിറാറുണ്ടാവും, വിറയലുണ്ടാകും. ഇഖ്ശിറാർ എന്ന് പറഞ്ഞാൽ ഒരു വിറയലോ അല്ലെങ്കിൽ ഒരു ഭയപ്പാട്, ഒരു പ്രത്യേകമായ ഭയപ്പാടുണ്ടായിരിക്കും. ആർക്ക്? ജുലൂദുല്ലദീന യഖ്ശൗന റബ്ബഹും, റബ്ബിനെ ഭയപ്പെടുന്ന ആളുകളുടെ തൊലികൾ. അതുകൊണ്ട് പിന്നെ ഇഖ്ശിറാർ എന്നൊക്കെ പറഞ്ഞാൽ രോമാഞ്ചം കൊള്ളുമെന്ന് അറിയാലോ, രോമാഞ്ചം കൊള്ളുന്ന. തഖ്ശൈറു മിൻഹു ജുലൂദുല്ലദീന യഖ്ശൗന റബ്ബഹും, റബ്ബിനെ ഭയപ്പെടുന്ന ആളുകളുടെ ഹൃദയങ്ങൾ അത് രോമാഞ്ചം കൊള്ളും. സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും, പിന്നീട് അവരുടെ തൊലികളും അവരുടെ ഹൃദയങ്ങളും ഇലാ ദിക്രില്ലാ, അള്ളാഹുവിൻ്റെ സ്മരണയിലേക്ക് അങ്ങനെ ഭയപ്പെട്ടു വരും. അതായത് ഭയപ്പാടും അല്ലെങ്കിൽ കൂടുതൽ ഭക്തിയും ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വികാരമാണ് ഇഖ്ശിറാർ എന്ന് പറയുന്നത്, രോമാഞ്ചം. അപ്പോൾ ഖുർആൻ ഓതുമ്പോൾ
മനുഷ്യനുണ്ടാകുന്ന ഒരു പ്രത്യേകതയാണ് എന്ന. അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്ക് ഖുർആൻ ഓതുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഭയപ്പാടും ഒരു പരിഭ്രമവും ഒക്കെ ഉണ്ടാകും. പിന്നീട് അത് തെലീനു, അത് മാർദ്ദവപ്പെട്ട് മയപ്പെട്ട് വരും. ജുലൂദുഹും, അവരുടെ തൊലികളും, കുലൂബുഹും, അവരുടെ ഹൃദയങ്ങളും, ഇലാ ദിക്രില്ല, അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക്. അതായത് ഭയപ്പെട്ട് പിന്നെ അവൻ അള്ളാഹുവിൽ പശ്ചാത്തപിച്ച് മടങ്ങി ഒരു സമാധാനം മനുഷ്യന് കിട്ടും. ഹൃദയത്തിനും ശരീരത്തിനും ഒരു സമാധാനം കിട്ടും ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ. അതാണ് ഖുർആനിൻ്റെ പ്രത്യേകത എന്നാണ് അള്ളാഹു പറയുന്നത്. പക്ഷെ അതെ, അംഫാലിൻ്റെ തുടക്കത്തിലുണ്ട്, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത്ത് ഖുലൂബുഹും. അള്ളാഹുവിനെ പറ്റി ഓർമ്മിപ്പിക്കപ്പെടുമ്പോൾ അവരുടെ ഹൃദയങ്ങൾ ഭയപ്പെടുകയും വൈദാ തുലിയത്ത് അലൈഹിം ആയാത്തുഹു സാറത്തുഹും ഈമാന, വിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും. അവരാണ് മുഅ്മിനീങ്ങൾ. അപ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് ഖുർആനുകളുടെ കയറി വന്നാലേ അങ്ങനെയൊക്കെയുള്ള ഒരു തോന്നൽ, അങ്ങനെയുള്ള ഒരു മാനസികമായ ഭയം നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അതാണ് ദാലിക ഹുദല്ലാ, അതാണ് അള്ളാഹുവിൻ്റെ മാർഗദർശനം. യഹ്ദീ ബിഹി മയ്യശാ, അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് ആ ഖുർആൻ കൊണ്ട് മാർഗദർശനം നൽകും. വമയ്യുളിലില്ല, അലല്ല, അതാണ് യുളിലിൽ, അതിനെ അള്ളാഹുവിനോടാണ് ചേർത്ത് പറയുമ്പോൾ വമയ്യുളിലില്ലാഹു, അള്ളാഹ് എന്നുള്ള വാക്കിനോട് ചേർത്ത് പറയുമ്പോൾ വമയ്യുളിലില്ലാഹു, അള്ളാഹു തആല ആരെങ്കിലും ലലാലത്തിലാക്കിയാൽ ഫമാലഹു മിൻ ഹാദ്, അവന് രണ്ട് ലാമുണ്ടല്ലോ, അതല്ല ലല്ല എന്ന് പറഞ്ഞില്ല, രണ്ട് ലാമില്ല. അപ്പം യുളിലിൽ എന്നാണ്, യുളിലിൽ ലല്ല യുളില്ലു, യുളില്ലു ബിഹി കസീർ എന്ന് പലയിടത്തുണ്ട്. ഇവിടെ യുളിലിൽ ആ രണ്ട് അക്ഷരത്തെ ആ ഇദ്ഗാമിനെ കെട്ടയച്ചതാണ്, രണ്ട് ലാമ് വേർതിരിച്ച് പറഞ്ഞതാണ്. ഉമയ്യുളിലില്ലാഹു, അള്ളാഹു തആല ഒരാളെ ലലാലത്തിലാക്കിയാൽ, ലലാലത്ത് പറയുമ്പോൾ രണ്ട് ലാമുണ്ടല്ലോ, ഫമാലുഹു മിൻ ഹാദ്, അവനെ ഹിദായത്തിലാക്കാൻ മറ്റാർക്കും സാധ്യമല്ല. അപ്പോൾ ലലാലത്തും ഹിദായത്തും അത് പഠിച്ചവൻ തരുന്നതാണ്. എന്നാൽ അള്ളാഹു തആല അക്രമപരമായി കുറേ ആൾക്ക് ലലാലത്തും കുറേ ആളുകൾക്ക് ഹിദായത്ത്, അവൻ്റെ റഹ്മത്തും കൊടുക്കുക എന്നുള്ളതല്ല. അള്ളാഹുവിൽ നിന്ന് അങ്ങനെ ഒരു അക്രമമോ അനീതിയോ ഉണ്ടാവില്ല. നേരെ മറിച്ച് ലലാലത്ത് കിട്ടരുത്, ഞാൻ ഹിദായത്ത് കിട്ടണം എന്ന മനസ്സും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളും അവനവനെ കൊണ്ട് കഴിയുന്ന പോലെ ഒരാൾ ചെയ്താൽ അള്ളാഹു അവന് ഹിദായത്ത് കൊടുക്കും. അത് ചെയ്തില്ല, പിന്തിരിഞ്ഞു പോയാൽ അവന് ലലാലത്തിലാകും. അത് അള്ളാഹു അവനെ ആക്കല്ല, അവനായി. അപ്പോൾ അള്ളാഹു അവനെ ആ വഴിയിലേക്ക് തിരിച്ചു വിട്ടു. ഉമയ്യുളിലില്ലാഹു ഫമാലഹു മിൻ ഹാദ്. അപ്പോൾ ഇതൊക്കെ ഓരോരോ സതുപദേശങ്ങളും ഓരോ ആയത്തുകളും വേറെയാണ്. അഫമൻ യത്തഖീ ബിവജ്ഹിഹി സൂഅൽ അദാബി യൗമൽ ഖിയാമ വഖീല ലിൽളാലിമീന ദൂഖൂ മാ കുൻതും തക്സിബൂൻ. അഫമൻ യത്തഖീ ബിവജ്ഹിഹി, ഒരാൾ തൻ്റെ മുഖം കൊണ്ട് സൂക്ഷിക്കുന്നവനാണോ സൂഅൽ അദാബി, മോശമായ ശിക്ഷ, യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ. മുഖം കൊണ്ട് സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ മുഖം കൊണ്ട് തടുക്കുക. ഇത്തഖാബി വജിഹി, ഇത്തഖാബി യദിഹി എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് തടുത്തു എന്നുള്ള അർത്ഥത്തിൽ അവിടെ സൂക്ഷിക്കുക എന്നാണ്. ഇങ്ങോട്ട് വരാതെ സൂക്ഷിക്കുക. ഇത്തഖ എന്ന് പറഞ്ഞാൽ തഖ്വ, സൂക്ഷ്മത ഉണ്ട്. ഇങ്ങോട്ട് മേത്തുക്ക്, എൻ്റെ ശരീരത്തിലേക്ക് പറ്റാതെ സൂക്ഷിക്കുക, അതാ കൈ കൊണ്ട് തടുത്തു. മുഖം കൊണ്ട് തടുക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ശിക്ഷ വരാതിരിക്കാൻ അവൻ തൻ്റെ ജീവിതത്തെ സൂക്ഷിച്ച് തടുത്ത് വെക്കുന്നവൻ. സൂഅൽ അദാബി യൗമൽ ഖിയാമ. 23-ാമത്തെ ആയത്തും 24-ാമത്തെ ആയത്തും രണ്ട് കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഒന്ന്, അള്ളാഹുവിൻ്റെ ഖുർആൻ കേൾക്കുമ്പോൾ രോമാഞ്ചം കൊള്ളുകയും പിന്നീട് സുമത്തലീനുഹും, അള്ളാഹുവിൻ്റെ ഭയപ്പെടുന്ന ആളുകൾ അവൻ്റെ ഭയം കൊണ്ട് രോമാഞ്ചം കൊള്ളും, അവന് പേടി തോന്നും. പിന്നെ തെലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ല, അള്ളാഹുവിൻ്റെ ശിക്ഷ കേൾക്കുമ്പോൾ അങ്ങനെ തോന്നുകയാണെങ്കിലും അള്ളാഹുവിൻ്റെ രക്ഷയും അള്ളാഹു മഗ്ഫിറത്ത് നൽകുന്നവനാണ്. ഖുൽ യാ ഇബാദിയ അല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാ, അമിതമായി തെറ്റ് ചെയ്തവരെ
നിങ്ങൾ നിരാശരാവണ്ട, അള്ളക്ക് പുറത്തു തരും എന്നൊക്കെ കേൾക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിന് പിന്നെ സമാധാനവും ശാന്തിയും ഉണ്ടാകും. ആദ്യത്തെ ശിക്ഷ കേൾക്കുമ്പോണ്ടാകുന്ന ഭയപ്പാടൊക്കെയാണ് പോയിട്ട് അങ്ങനെ അള്ളാഹുവിൻ്റെ ഈ ദിക്റിലേക്ക് വരും. അങ്ങനെ ഒരു സമയത്ത് ഖൗഫും മറ്റൊരു സമയത്ത് റജാവും. ഖൗഫ് എന്ന് പറഞ്ഞാൽ ഭയം, റജാ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ. അതാണ് ഒരു വിശ്വാസി അൽ മുഅ്മിനു ബൈനൽ ഖൗഫി വർ റജാഇ എന്നാ പറയുന്നത്. സത്യവിശ്വാസി ഖൗഫ്, അള്ളാഹുവിൻ്റെ കഴിവും അള്ളാഹുവിൻ്റെ പരമാധികാരവും അവൻ്റെ ശിക്ഷയും ഒക്കെ കേൾക്കുമ്പോൾ ഭയപ്പാടുണ്ടാവും. എന്നാൽ അള്ളാഹുവിൻ്റെ റഹ്മത്തും പശ്ചാത്തപിച്ചാൽ രക്ഷപ്പെടുമല്ലോ എന്നൊക്കെ കേൾക്കുമ്പോൾ സമാധാനവും ഉണ്ടാകും. ആ രണ്ട് ഭാഗം ഇവിടെ പറഞ്ഞു. അങ്ങനത്തെ ഒരാളെ പറ്റി പറഞ്ഞു. ഇനി വേറൊന്ന്, ഇതൊന്നും ശ്രദ്ധിക്കാതെ മരിച്ചു ചെന്ന് പരലോകത്തെത്തുമ്പോൾ അവന് നരകം കാണുകയാണ്. ആ നരകത്തിൽ നിന്ന് തടുക്കാൻ അവൻ്റെ കൈകൊണ്ട് കഴിയില്ല. അവൻ്റെ കാല് കയ്യും അല്ലാഹു തആല കൂട്ടിക്കെട്ടിക്കാണും. അപ്പോൾ പിന്നെ തടുക്കാനുള്ളത് മുഖമാണ്. മുഖം കൊണ്ട് ചൂടിനെ തടുക്കാനോട്ട് കഴിയില്ല. ആ ഒരു ദയനീയാവസ്ഥ അതാണ് രണ്ടാമത്തെ ആയത്തിൽ അലാ വജിഹി എന്ന് സൂറത്ത് മുൽക്കിൽ പറഞ്ഞല്ലോ. അഫമൻ യംശി മുക്കിബൻ അലാ വജിഹി അഹ്ദ അമ്മൻ യംശി സവിയൻ അലാ സിറാത്തി മുസ്തഖീം എന്ന് പറയുന്നു. സിറാത്തുൽ മുസ്തഖീമിന് നേരെ ചൊവ്വേ ജീവിക്കുന്നവൻ, അല്ലെങ്കിൽ മുഖം കുത്തി നരകത്തിൽ ചാടുന്നവൻ എന്നർത്ഥം. അതാണ് അഫമൻ യത്തഖീ ബി വജിഹിഹി. മുഖം കൊണ്ട് തടുക്കുക എന്ന് പറഞ്ഞാൽ വേറെ ഉള്ളത് കൊണ്ടൊന്നും തടുക്കാൻ അവന് കഴിയണില്ല. അവൻ്റെ കൈകൊണ്ടാണ് എല്ലാ തോന്നിയാസും ചെയ്തിരുന്നത്. അത് അല്ലാഹു തആല ഖുദൂഹു ഫഗുല്ലൂഹു സുമ്മൽ ജഹീമ സല്ലൂഹു, അവനെ പിടിച്ചിട്ട് അവനെ ചങ്ങലക്കിടുക എന്നിട്ട് നരകത്തിലിടുക എന്നൊക്കെ പറയുമ്പോൾ കയ്യുകൊണ്ട് അവനോട് കഴിയുന്നില്ല. സൂറത്ത് യാസീനിൽ പറഞ്ഞ പോലെ പിന്നെ എന്താണ്, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും. കാലുകൾ സാക്ഷി നിൽക്കും, പിന്നെ കൈകൾ സംസാരിക്കും, വായ അല്ലാഹു തആല അടച്ചു പൂട്ടും, സീലടച്ച് വെച്ച് അടച്ചു പൂട്ടും. അപ്പോൾ അതാണ് നരകത്തിലൊരവസ്ഥ. അവൻ ഇവിടെ വെച്ച് എന്തൊക്കെ അവയവങ്ങൾ കൊണ്ടാണോ തെറ്റ് ചെയ്തിരുന്നത് ആ അവയവങ്ങളൊക്കെ അല്ലാഹു തആല ഇട്ട് പൂട്ടി വെക്കും. എന്നിട്ടോ അവന് നരകത്തെ തടുക്കാനുള്ളത് അഫമൻ യത്തഖീ ബി വജിഹിഹി, തൻ്റെ മുഖം കൊണ്ട് തടുക്കുക, സൂക്ഷിക്കുക. സൂ അൽ അദാബി, ഏറ്റവും മോശപ്പെട്ട ശിക്ഷ തടുക്കുന്നവൻ യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ അത് അങ്ങനെ തടുക്കുന്നവനാണോ? അതല്ല, നേരത്തെ പറഞ്ഞ മുമ്പത്തെ ആയത്തിൽ പറഞ്ഞ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രതീക്ഷയോടുകൂടി ഹൃദയം സമാധാനപ്പെട്ട് വരുന്നവനാണോ നല്ലതെന്നാ. എന്നിട്ട് വഖീല ലിൽവാലിമീന. അപ്പോൾ രണ്ടാമത്തെ ആയത്തിൽ അക്രമിയാണ്. നരകത്തിൽ കടന്ന അക്രമി മുഖം കൊണ്ട് തടുക്കാനേ അവന് കഴിയുള്ളൂ. മുഖം കൊണ്ട് തടുത്താൽ മറ്റ് എന്തിനേക്കാളും പെട്ടെന്ന് ചൂടേറ്റ് തളർന്നു പോകുമെന്നുള്ളത് ഉറപ്പാണല്ലോ. കാരണം മുഖം തടുക്കാൻ പറ്റിയ ഒരു കാര്യമല്ല. ഇത് മാത്രമല്ല, അഷ്റഫുൽ അഅ്ളാ ആണ് മുഖം. മനുഷ്യൻ്റെ അവയവങ്ങളിൽ ഏറ്റവും നമ്മൾ സംരക്ഷിക്കുന്ന ശ്രേഷ്ഠമായത് മുഖമാണ്. അപ്പോൾ ആ മുഖം കൊണ്ട് തടുക്കേണ്ടി വരുന്നു നരകത്തിൻ്റെ ചൂടിനെ എന്നത് ഏറ്റവും വലിയ അദാബ് തന്നെയാണ്. അങ്ങനെ തടുക്കേണ്ടി വരുന്നവനാണോ അതല്ല മറ്റവനാണോ നല്ലവൻ? വഖീല ലിൽവാലിമീന, അക്രമികളായ ആളുകളോട് പറയപ്പെട്ടു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പറയപ്പെടുന്നുണ്ട്, ഉറപ്പായിട്ടും പറയപ്പെടും. എന്ത്? ദൂഖൂ, നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക. ദൗഖ് എന്ന് പറഞ്ഞാൽ ആസ്വാദനം എന്നാണ്. ആസ്വാദനം. ദാഖ ആസ്വദിച്ചു, രുചിച്ചു. ദൂഖൂ, നിങ്ങൾ രുചിച്ചു കൊള്ളുക. മാ കുൽതും തക്സിബൂൻ, നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിനെപ്പറ്റി. ഒന്നുകിൽ കസബ എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ചു, അല്ലെങ്കിൽ സമ്പാദിച്ചു. ദുല്യാവിൽ നിന്ന് ആകുള്ള സമ്പാദ്യം നരകശിക്ഷയാണ്. അല്ലെങ്കിൽ ദുല്യാവിൽ നിന്ന് നമ്മളുടെ പ്രവർത്തനത്തിൻ്റെ അന്ത്യഫലം നരകമാണ്. അപ്പോൾ ആ നരകം നിങ്ങൾ രുചിച്ചു കൊള്ളുക, ആസ്വദിച്ചു കൊള്ളുക എന്ന് അല്ലാഹു തആല പറയപ്പെടും. മുഖം കൊണ്ട് ശിക്ഷ തടുക്കാൻ നിർബന്ധിതരാകുന്ന പാപ്പികളെപ്പറ്റി. ആ പാപ്പികളാണോ നല്ല ആള്? അതല്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിനയപ്പെട്ട് പേടിച്ച് ജീവിക്കുന്നവനാണോ നല്ലവൻ?
കദ്ദബല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ളവർ കളവാക്കിയിട്ടുണ്ട്. ഫഅതാഹുമുൽ അദാബു, അപ്പോൾ അവർക്ക് ശിക്ഷ വരികയുണ്ടായി. മിൻ ഹൈസു ലാ യശ്ഉറൂൻ, അവർ നിനക്കാത്ത ഭാഗത്തുകൂടി. ലാ യശ്ഉറൂൻ എന്ന് പറഞ്ഞാൽ അവർക്ക് തോന്നാത്ത, അവരറിയാത്ത വഴിയിൽ കൂടി അവർക്ക് ശിക്ഷ വന്നു, മുമ്പുള്ള ആളുകൾ കളവാക്കിയ. അപ്പം അതൊക്കെ അവരുടെ മുമ്പിൽ അള്ളാഹു ഈ ഖുർആൻ ഇത് പറയുമ്പോൾ കളവാക്കിയ ആളുകൾക്ക് കിട്ടിയ ദുരന്തം നമ്മുടെ മുമ്പിൽ ചരിത്രം ഉണ്ടല്ലോ. ഫിറഔനിൻ്റെയും ആദിൻ്റെയും സമൂദിൻ്റെയും ഒക്കെ ചരിത്രം. അവരൊക്കെ വലിയ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവർ വലിയ ശക്തന്മാരും മല്ലന്മാരും ഞങ്ങളാണ് നല്ലവരെന്നൊക്കെ പറഞ്ഞവരാണ്. പക്ഷെ ഓലൊക്കെ നശിച്ചു പോയില്ലേ. അതാ കദ്ദബല്ലദീന മിൻ ഖബ്ലിഹിം ഫഅതാഹുമുൽ അദാബു മിൻ ഹൈസു ലാ യശ്ഉറൂൻ ഫഅദാഖഹുമുല്ലാഹുൽ ഖിസ്യ, അവർക്ക് അല്ലാഹു തആല നിന്ദ്യത രുചിപ്പിച്ചു കൊടുത്തു. ഫിൽ ഹയാത്ത് ദുല്യ, ഇഹലോകത്ത് എന്ന് പറഞ്ഞാൽ ശിക്ഷ വന്നതോടുകൂടി നിസ്സഹായരായി അള്ളാഹുവിൻ്റെ ശിക്ഷയുടെ മുമ്പിൽ അവർ ഒതുങ്ങി ജീവിക്കേണ്ടി വന്നു. അതാണ് ഖിസി ഫിൽ ഹയാത്ത് ദുല്യ, ഇഹലോക ജീവിതത്തിൽ. വല അദാബുൽ ആഖിറത്തി അക്ബർ, ഇനി പരലോകത്തുള്ള ശിക്ഷ അതിനേക്കാളും വലിയതാണ്. ലൗ കാനൂ യഅലമൂൻ, അവർ അറിയുകയാണെങ്കിൽ. അപ്പം ഇതൊക്കെ നല്ല നല്ല സതുപദേശങ്ങൾ അള്ളാഹു തആല നമുക്ക് നൽകുകയാണ്. ഇനി കഴിഞ്ഞോ? തീരൂല, എവിടെ എത്തൂല. ഇനി ഇതേമാതിരി വിശ്വാസകാര്യത്തിൽ അള്ളാഹു ഇല്ലാത്തവരെ ആരാധിക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത്. നമുക്ക് പിന്നീട് ചെയ്യാം. ഏതായിരുന്നാലും ഈ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവരാവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.